നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. എവിടെയാണ് നമ്മൾ മലയാളികൾ ഇതിനു മുമ്പ് അസ്ഥിമാടത്തിന്റെ സ്പന്ദനങ്ങൾ കേട്ടത്? പാലപൂത്ത പരിമളം പാതിരയെ പുണർന്നൊഴുകുമ്പോൾ മഞ്ഞണിഞ്ഞു മദാലസയായി മഞ്ജു ചന്ദ്രിക നൃത്തമാടുമ്പോൾ മന്ദമന്ദം പൊടിപ്പതായി കേൾക്കാം സ്പന്ദനങ്ങളി കല്ലറയ്ക്കുള്ളിൽ. മഹാനായ ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിലാണ് മലയാളികൾ അസ്ഥിമാടങ്ങളുടെ സ്പന്ദനം കേട്ടത്. ചങ്ങമ്പുഴ അതൊരു ഉത്സവമായിട്ടാണ് നക്ഷത്രങ്ങളോട് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ വീണ്ടും അസ്ഥിമാടങ്ങളുടെ സ്പന്ദനം കേൾക്കുന്നു. കർണാടകത്തിലെ നേത്രാവതി പുഴയുടെ തീരത്തുള്ള ധർമ്മസ്ഥല എന്ന സ്ഥലത്തെ മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നാണ് നമ്മൾ അസ്ഥിമാടങ്ങളുടെ സ്പന്ദനങ്ങൾ കേൾക്കുന്നത്. പക്ഷേ നേത്രാവതി പുഴയുടെ തീരത്ത് ആ അസ്ഥിമാടങ്ങളുടെ സ്പന്ദനങ്ങളിൽ ദക്ഷിണേന്ത്യ മാത്രമല്ല, രാജ്യം തന്നെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. 1980 മുതൽ 2014 വരെ ആ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്ത ഒരാൾ ആണ് ആ രഹസ്യങ്ങൾ കുടം തുറന്നു വിട്ടത്. ആ ക്ഷേത്രത്തിനടുത്തുള്ള കാട്ടുപ്രദേശങ്ങളിൽ നൂറുകണക്കിന് യുവതികളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും അടക്കം അനവധി പേരെ താൻ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നാണ് അയാൾ വെളിപ്പെടുത്തിയത്. ആ പെൺകുട്ടികളും യുവതികളും അതിക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമായി കൊല ചെയ്യപ്പെട്ടതാണെന്നാണ് അയാൾ പറഞ്ഞ വിവരം. അവിടുത്തെ സൂപ്പർവൈസർമാരും പ്രമാണിമാരും തന്നെ ഭീഷണിപ്പെടുത്തിയും കൂട്ടാക്കാതെ വന്നപ്പോൾ മർദ്ദിച്ചുമാണ് ആ മൃതശരീരങ്ങൾ മറവ് ചെയ്യിച്ചതെന്ന് അയാൾ വെളിപ്പെടുത്തിയപ്പോൾ രാജ്യം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി. അക്കാലഘട്ടങ്ങളിൽ ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷനുകളില്ലായിരുന്നു. അനവധി കിലോമീറ്ററുകൾക്കപ്പുറത്ത് ബെൽത്തങ്ങാടിയിലായിരുന്നു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. ഈ ധർമ്മസ്ഥലയും പ്രദേശങ്ങളുമെല്ലാം കുറെ നാട്ടുപ്രമാണിമാരും അവരുടെ ഗുണ്ടകളും ചേർന്നുള്ള അനൗദ്യോഗിക ഭരണത്തിന്റെ കീഴിലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ നിരവധി വിദ്യാർത്ഥിനികളും തീർത്ഥാടനത്തിന് ക്ഷേത്രത്തിലെത്തിയ പല യുവതികളും ഈ പ്രമാണിമാരുടെയും ഗുണ്ടകളുടെയും ലൈംഗികാതിക്രമത്തിന് ഇരയാകുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അയാൾ ലോകത്തോട് വെളിപ്പെടുത്തിയത്. ഇങ്ങനെ ഇരയാക്കപ്പെട്ടവരിൽ മലയാളികളും ഉണ്ടെന്ന് അറിഞ്ഞതോടെ നമ്മൾ ഇന്ന് ഏറെ അസ്വസ്ഥരാണ്. ആ പാവപ്പെട്ട ശുചീകരണ തൊഴിലാളിയുടെ കുടുംബാംഗമായ ഒരു സ്ത്രീയും ഒടുവിൽ ഈ ഗുണ്ടകളുടെ പീഡനങ്ങൾക്കിരയായി കൊല്ലപ്പെട്ടു. അതോടെ ആ ശുചീകരണ തൊഴിലാളിയുടെ എല്ലാ മനസമാധാനവും നഷ്ടപ്പെട്ടു. ഭയചകിതനായ അയാൾ തന്റെ കുടുംബവും ഒത്ത് തൊട്ടടുത്തൊരു സംസ്ഥാനത്തിൽ ഒളിവിൽ താമസിക്കാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ഒളിച്ചു താമസിക്കുമ്പോഴും അയാളുടെ മനസമാധാനം അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അവരുടെ ഭീഷണിക്കും മർദ്ദനത്തിനും വഴങ്ങിയാണെങ്കിൽ പോലും ഈ ജഡങ്ങൾ കുഴിച്ചിടുന്ന ജോലി താൻ ചെയ്തതുകൊണ്ട് താനും ആ കൊടിയ പാപകർമ്മത്തിൽ പങ്കാളിയാണെന്നുള്ള ചിന്ത അയാളെ നിരന്തരം വേട്ടയാടി. അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് അന്ത്യകർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ തനിക്കും മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് ദൈവവിശ്വാസിയായ അയാൾ ചിന്തിക്കാൻ തുടങ്ങി. അയാളുടെ
ആ ചിന്തകളാണ് ഒരു ദശാബ്ദത്തിന് ശേഷം അയാൾ ധർമ്മസ്ഥലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കത്തെഴുതി. അയാൾ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങൾ മാത്രമേ അയാൾക്കറിയൂ. പക്ഷെ അതിനു മുമ്പ്, എത്രയോ നാൾ മുമ്പ് മുതൽ, അതുപോലെ തന്നെ അയാളുടെ പലായനത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിലും ഒക്കെ ഇത്തരം സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവും. അക്കൂട്ടത്തിൽ ഒന്നാണ് 1986 പത്മലത എന്ന മലയാളി പെൺകുട്ടിയെ നേത്രാവതി പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിലെ മാംസമെല്ലാം മൊത്തം അഴുകിപ്പോയിട്ട് ആ അസ്ഥിപഞ്ജരം മാത്രമാണ് കിട്ടിയത്. കൈകാലുകൾ കൂട്ടിക്കെട്ടപ്പെട്ട നിലയിൽ കാണപ്പെട്ട ആ അസ്ഥിപഞ്ജരത്തിൽ ഉണ്ടായിരുന്ന ഒരു വാച്ച് നോക്കിയാണ് ആളെ തിരിച്ചറിഞ്ഞത്. 2012 സൗജന്യ എന്ന ഒരു പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനി അതിക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാക്കി അതിനെല്ലാം വിധേയമായി കൊല ചെയ്യപ്പെട്ടതോടെയാണ് ഗ്രാമവാസികൾ അല്പമെങ്കിലും ജാഗ്രത കാണിച്ച് ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് രംഗത്ത് വരുന്നത്. ആ കേസിൽ ഒരാളെ പ്രതിയെന്ന് ചിത്രീകരിച്ചുകൊണ്ട് കുറെ നാൾ ജയിലിലടച്ചെങ്കിലും ഒടുവിൽ വിവിധ അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷണം നടത്തി അയാളെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. കാരണം അയാൾ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടിരുന്നു. ആ പാവപ്പെട്ട ശുചീകരണ തൊഴിലാളിയുടെ ഒരു ദശാബ്ദത്തിന് ശേഷമുള്ള വെളിപ്പെടുത്തലിൽ ആദ്യം പോലീസ് ഒന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നീട് രംഗത്തിറങ്ങി. ഓജസ്വി ഗൗഡ, സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ 2 അഭിഭാഷകർ അയാൾക്ക് തുണയായെത്തിയതും സഹായകമായി. ഇതോടെ ചിത്രം മാറി. പോലീസ് ബെൽത്തങ്ങാടി കോടതിയെ അറിയിച്ചു. കോടതി ആ ശുചീകരണ തൊഴിലാളിക്ക് സംരക്ഷണം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി. ഒടുവിൽ കോടതിയിൽ അയാൾ ഹാജരായി. 164 രഹസ്യമൊഴി അത് കൊടുത്തു. കൂടാതെ അയാൾ പറഞ്ഞ സ്ഥലത്ത് നിന്ന് തലയോട്ടിയും അസ്ഥികളും ഒരു പ്രാരംഭ തെളിവിനായി, ഒരു തലയോട്ടിയും കുറെ അസ്ഥികളും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അത് കോടതി ഫോറൻസിക് വിദഗ്ധർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്തരം കൊലപാതക പരമ്പര നടത്തിയവർ പണവും ഉയർന്ന സ്വാധീനങ്ങളുമുള്ള പ്രമാണിമാരാണെന്നാണ് അയാൾ കോടതിയെ അറിയിച്ചത്. കുഴിച്ചിട്ട സ്ഥലമെല്ലാം അയാൾ കാണിച്ചു കൊടുക്കാമെന്നും നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും അയാൾ പ്രഖ്യാപിച്ചു. അതനുസരിച്ചുള്ള അന്വേഷണ പ്രക്രിയകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്തരം കൊലപാതക പരമ്പര നടത്തിയവർ അവരെ പിശാചുക്കളെന്നോ മനുഷ്യമൃഗങ്ങളെന്നോ നമുക്ക് വിശേഷിപ്പിക്കാനാവില്ല. അതിനും അപ്പുറത്തെ കൊടും ക്രിമിനലുകളാണ്. അവരുടെ കാമപ്പേക്കൂത്തുകൾക്കിരയായി ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ ജീവന്റെ കണക്ക് പറയിക്കാൻ ആ നീചന്മാരെ എത്രയും വേഗം പിടികൂടിയേ പറ്റൂ. ആ പാവപ്പെട്ട തൊഴിലാളിക്ക് അവരിൽ പലരെയും കൃത്യമായി അറിയാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ മൊഴികളിലൂടെ ഫലപ്രദമായ അന്വേഷണം നടത്തി ആ മനുഷ്യമൃഗങ്ങളെ അവരുടെ മടകളിൽ നിന്ന് പുറത്തു ചാടിച്ച് അവിടെ ജീവൻ നഷ്ടപ്പെട്ട ഓരോ യുവതികളുടെയും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെയും ജീവന്റെ കണക്ക് ചോദിച്ച് രാജ്യം പ്രതികാരം ചെയ്യണം. അതിനായി ഭരണകൂടം അതിൻ്റെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചേ മതിയാവും. സ്നേഹിതരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്നേഹിതർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.